ഡോക്ടർ സമ്പത്ത്, ഈ നമ്മുടെ 3 വൈസ് ചാൻസലർമാരുണ്ടല്ലോ, അവർ പ്രഭാഷണ സഭയിൽ പങ്കെടുത്തു. അതിലെന്താ ഇത്ര വലിയ തെറ്റ് കാണുന്നത്? എന്താണ് കുഴപ്പം? കുറച്ച് നാളായി ഇങ്ങനെ ഈ ജനൻ ടി വിയിൽ ഇത്തരത്തിൽ നമ്മളൊരു ചർച്ചയ്ക്ക് ഇരുന്നുണ്ട്. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് BJPയുടെ വക്താവ് കൂടിയായിട്ടുള്ള അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭനുമുണ്ട്. അപ്പോൾ ബേസിലുമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചർച്ചയിൽ ഇത്തരത്തിൽ പങ്കെടുക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഒരു തർക്കത്തിനും ഇല്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ ചില കാര്യങ്ങൾ പറഞ്ഞു, രാഷ്ട്രീയമാണ്. എനിക്ക് രാഷ്ട്രീയം പറയാനില്ലാത്തത് കൊണ്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. വൈസ് ചാൻസലർമാരുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് വളരെ വിപുലമായ ഒരു ചർച്ച പൊതുസമൂഹത്തിൽ അനിവാര്യമാണ്. ഞാൻ അത് പറയുന്നതിൻ്റെ കാരണം, ഇപ്പോൾ താങ്കൾ വളരെ ചുരുക്കി വേണമെങ്കിൽ അത് അനിൽ നമ്പ്യാരുടേതായ അങ്ങയുടെ ഒരു മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ള നിലയിലേക്ക് അതങ്ങനെ തന്നെ ഞാൻ ബഹുമാനപൂർവ്വം കാണുകയാണ്. കേരളത്തിലെ സർവകലാശാലകളുടെ മാതാവ് എന്നുള്ളത് തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള ഈ കേരള സർവകലാശാലയാണ്. 1937 ഈ അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ അദ്ദേഹത്തിൻ്റെ CP രാമസ്വാമിയുടെ നിരവധി നടപടികളുമായി വലിയ അഭിപ്രായ വ്യത്യാസം നമുക്കെല്ലാവർക്കും ഉണ്ടാവും സ്വാഭാവികമായി. എൻ്റെ രാഷ്ട്രീയ കക്ഷിക്കുണ്ട്, വ്യക്തിപരമായി എനിക്കുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന പലർക്കും അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാവാം. പക്ഷെ അദ്ദേഹം ആ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായി അദ്ദേഹം ക്ഷണിച്ചത് സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റൈനെയാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹം കത്തയച്ചപ്പോൾ അതിൽ തന്നെ രസകരമായ ഒരു കാര്യം, കൗതുകകരമായ ഒരു കാര്യം, അന്നത്തെ ദിവാൻ അന്ന് തിരുവിതാംകൂറിലെ ഏറ്റവും കൂടുതൽ ശമ്പളം പറ്റുന്ന ആളാണ്. 1937 സർ CP രാമസ്വാമി അയ്യരുടെ പ്രതിമാസ ശമ്പളം എന്നത് 4000 രൂപയാണ്. അന്നത്തെ 4000 രൂപ. അദ്ദേഹത്തെക്കാൾ ഉയർന്ന ശമ്പളം 6000 രൂപയാണ് പ്രതിമാസം ഐൻസ്റ്റൈന് വാഗ്ദാനം ചെയ്തത്. പക്ഷേ ഐൻസ്റ്റൈൻ അത് നിരസിച്ചു. തനിക്ക് വരാൻ കഴിയില്ല എന്ന് സ്നേഹപൂർവ്വം അദ്ദേഹം നിരസിച്ചു. കാരണം അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് പ്രിൻസ്റ്റണിൽ അദ്ദേഹം മറ്റൊരു പദവി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. തുടർന്ന് CV രാമൻ, അതുപോലെ ഡോക്ടർ രാധാകൃഷ്ണൻ, ഇങ്ങനെ നിരവധി പേര് ഈ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഈ പദവി ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് അദ്ദേഹം അപേക്ഷിച്ചു. നിർദ്ദേശിക്കുകയല്ല, ആവശ്യപ്പെടുകയല്ല, അപേക്ഷിക്കുകയാണ് എന്ന് ഞാൻ പറയുകയാണ്. ഇത് നമ്മുടെ കേരള സർവകലാശാലയുടെ ചരിത്രമാണ്. ഈ കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർമാരായിരുന്നിട്ടുള്ള ആളുകളെക്കാൾ അതിനേക്കാൾ പ്രാഗൽഭ്യവും എക്കാലവും നമ്മൾ ഓർക്കുന്നതുമായ ഒരു രജിസ്ട്രാർ ഉണ്ടായിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരടക്കം അദ്ദേഹത്തിൻ്റെ പുസ്തകം പഠിച്ചിട്ടുണ്ടാവും. കേരള ചരിത്രം പ്രൊഫസർ ശ്രീധരമേനോൻ സാറാണ്. ആലോചിച്ചു നോക്കണം. നമ്മുടെ പുതിയ സർവകലാശാല ഒരെണ്ണം വന്നു, അപ്പുറത്ത് മഹാത്മാഗാന്ധി സർവകലാശാല വന്നു. പ്രൊഫസർ UR അനന്തമൂർത്തി അതിൻ്റെ വൈസ് ചാൻസലറായിരുന്നു. ഈ വൈസ് ചാൻസലർമാർ ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അല്ല മറ്റേതെങ്കിലും സംഘടനയുടെ അത്തരത്തിലുള്ളൊരു പ്രഭാഷണം കേൾക്കാനായി പോയില്ല എന്നുള്ളതിൻ്റെ മാത്രമായി ഇത് ചുരുക്കരുത്. UR അനന്തമൂർത്തിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. UR അനന്തമൂർത്തി DYFIയുടെയും SFIയുടെയും എത്ര സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്? ഇല്ലാന്ന് പറയാൻ പറ്റുമോ താങ്കൾക്ക്? UR അനന്തമൂർത്തി ഇടതുപക്ഷ അദ്ദേഹം ഇല്ലേ? വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നതിനെ കുറിച്ചുള്ളത് ഞാൻ അതിലേക്ക് വരാം. അതിപ്പോൾ അനിൽ നമ്പ്യാർ അത് പറഞ്ഞു. അതെ വരട്ടെ. ഞാനിപ്പോൾ അത് പോകുക, അവിടെ പങ്കെടുക്കുക എന്നുള്ളതിൻ്റെ ഇപ്പോൾ RSSുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവിടെ ശ്രീ ബേസിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അനിൽ നമ്പ്യാർക്ക് വല്ലാത്ത വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവാം. എനിക്ക് അനിൽ നമ്പ്യാരോട് അതിൽ വിയോജിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾ ദയവായി നൽകുമല്ലോ ഈ കാര്യത്തിൽ. സ്വാഭാവികമായി അനിൽ നമ്പ്യാർക്ക് സ്വാഭാവികമായും ഇന്നിപ്പോൾ ഈ പണിയെടുക്കുന്ന ഈ ഒരു മാധ്യമം ഇത് വിട്ടു മറ്റൊരു മാധ്യമത്തിലേക്ക് പോയാൽ താങ്കളുടെ മാധ്യമത്തിലെ അഭിപ്രായം മറ്റൊന്നാവാനും സാധ്യതയുണ്ട്. വ്യക്തിപരമായ അഭിപ്രായം അത് മറ്റൊന്നായിരിക്കാമെങ്കിലും ഞാനിപ്പോൾ ഇവിടെ ഇത് പറഞ്ഞതിൻ്റെ കാരണം എന്തെന്ന് പറയാം, കേരളത്തിൽ വൈസ് ചാൻസലർമാരുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് സാക്ഷാൽ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അദ്ദേഹവുമായി എനിക്ക്
അദ്ദേഹം ഗവർണർ ആകുന്നതിന് മുമ്പ് തന്നെ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞുകൊള്ളട്ടെ, തുറന്നു പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹത്തിന് വാറണ്ട് കൊണ്ടുവന്ന്, ഈ ഗവർണറുടെ വാറണ്ട് എന്നാണ് പറയുക, പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ്റേതായിട്ടുള്ള അത്തരത്തിലുള്ളൊരു വാറണ്ട് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കയ്യിൽ കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് അന്ന് ഡൽഹിയിൽ വെച്ചിട്ട്. കാരണം ഞാനന്ന് പ്രത്യേക പ്രതിനിധിയായിരുന്നതുകൊണ്ട്. അദ്ദേഹം കേരളത്തിൽ വന്നതിന് ശേഷമാണല്ലോ ഈ തർക്കങ്ങൾ, ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിലൊക്കെ വിവാദങ്ങൾ എന്നൊക്കെ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്. പണ്ട് സർവകലാശാലയിൽ ഈ 2 2 4 ചേർത്ത് 428 എന്നൊക്കെ പറഞ്ഞ് പഴയ മാർക്ക് ദാനത്തിൻ്റെയും കുംഭകോണത്തിൻ്റെയും അങ്ങനെയുള്ള പലതുമൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടാവുമെങ്കിലും എന്തേ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സാക്ഷാൽ SSP സദാശിവം, അദ്ദേഹത്തെക്കാൾ ഒരു ഉന്നത വ്യക്തിത്വം കേരളത്തിൽ ഗവർണറായിരിക്കാനില്ലല്ലോ. ഉണ്ടോ? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു മനുഷ്യനപ്പുറം അദ്ദേഹവും കേരളത്തിൽ കാലാവധി തികച്ച് അത്തരത്തിൽ അവിടെ യൂണിയൻ ഗവൺമെൻറ്, ശ്രീ മോദിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, RSSൻ്റെ നേതൃത്വത്തിലെന്ന് ഞാൻ പറയുന്നില്ല, അതിപ്പോൾ അനിലിൻ്റെ വായിൽ നിന്ന് തന്നെ അത് കള്ളി വെളിച്ചത്ത് വരുന്നത് കൊണ്ട് അതങ്ങനെ വന്നുകൊള്ളട്ടെ. നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞുവല്ലോ, കർട്ടൻ്റെ പുറകിൽ നിന്ന് തിരശ്ശീലയ്ക്ക് നിന്ന് അത്തരത്തിലുള്ളതോ കാര്യങ്ങളോ അല്ല. പക്ഷേ രാഷ്ട്രീയം എന്നത് BJPയുടേതാണ്. അത്തരത്തിൽ അങ്ങനെ അദ്ദേഹത്തെ നിയമിക്കുന്നു. അറിയാമല്ലോ, നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ഹൗ എ ഫയൽ ഒറിജിനേറ്റ്സ്, എങ്ങനെ യൂണിയൻ ഗവൺമെൻറ്റിൽ എന്നുള്ളത്, ഏത് മന്ത്രി കാര്യാലയത്തിൽ നിന്ന് അത് PMOയിലേക്ക് പോകുന്നത് വരുന്നത് രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതല്ല. എൻ്റെ അപ്പോഴൊന്നും അങ്ങനെ ഒരു തർക്കങ്ങൾ ഉണ്ടായില്ല. SSP സദാശിവം നമ്മുടേതായിട്ട് അദ്ദേഹം ചാൻസലറുമായിരുന്നു. ഇനി ഞാനിപ്പോൾ അനിലിനോട് ഈ ഒരു കാര്യത്തിൽ ചോദിക്കട്ടെ, നമ്മുടെ ഗവർണർ, ഏതെങ്കിലും ഒരു ഗവർണർ ജസ്റ്റ് ബിക്കോസ് എ പേഴ്സൺ ഹോൾഡ്സ് ദി ഓഫീസ് ഓഫ് ദ ഗവർണർ, അദ്ദേഹം അതുകൊണ്ട് ചാൻസലർ ആവുമോ? ഏതെങ്കിലും ഒരു സർവകലാശാലയുടെ ഇപ്പോൾ ഭരണഘടന എടുക്കുക, അഭിഭാഷകൻ എൻ്റെ ചങ്ങാതി കൂടി ഇതിനകത്തുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 6 പാർട്ട് 6-നകത്താണ് നമ്മൾ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് പറയുക. ആ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവിടെ പറയുമ്പോൾ അവിടെ ആർട്ടിക്കിൾ 153 മുതൽ അവിടെ ആർട്ടിക്കിൾ 162 വരെ പറയുന്നത്, പിന്നെ 163 മന്ത്രിസഭയാണ്. ഇത് ഗവർണർമാരെ സംബന്ധിച്ചാണ്. ഗവർണർമാരുടെ നിർവഹണാധികാരത്തെ സംബന്ധിച്ച്, നിയമനത്തെ സംബന്ധിച്ച്, ഉദ്യോഗത്തെ സംബന്ധിച്ച്, ഉത്തരവാദിത്വങ്ങളെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയെ സംബന്ധിച്ച്, നീക്കം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭരണഘടനാപരമായ ഒരു പദവിയാണ് ഗവർണർ എന്നുള്ളത്. ആണല്ലോ. ചാൻസലർ ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവിയാണ്. ചാൻസലർ അവർ ഗവർണർ ആയതുകൊണ്ട് ഒരാൾ അവിടെ ഈ ചാൻസലർ ആകുന്നില്ല. എന്തുകൊണ്ടാവുന്നില്ല? ഞാനൊരു ഉദാഹരണം പറയാം. ന്യൂവാൽസ് ഉണ്ട്, നമ്മുടെ സംസ്ഥാനത്ത് തന്നെയാണ്. ആരാ ന്യൂവാൽസിൻ്റെ ചാൻസലർ? ന്യൂവാൽസിൻ്റെ ചാൻസലർ ഗവർണർ അല്ല. ന്യൂവാൽസിൻ്റെ ചാൻസലർ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ന്യൂവാൽസിൻ്റെ ചാൻസലർ എന്നുള്ളത്. ഇവിടെ ഈ പറയുന്നതായിട്ടുള്ള ഈ സ്റ്റാറ്റ്യൂട്ടുകൾ അനുസരിച്ച് ഇത്തരത്തിലുള്ള നമ്മുടെ കേരള സർവകലാശാലയായാലും അല്ല മലയാളം സർവകലാശാലയോ സംസ്കൃത സർവകലാശാലയോ അല്ല ഇനി ഈ നമ്മൾ MG സർവകലാശാലയോ അതല്ല ഇനി കോഴിക്കോട് സർവകലാശാലയോ കണ്ണൂർ സർവകലാശാലയോ കാർഷിക സർവകലാശാലയോ വെറ്റിനറി സർവകലാശാല ഏതോ ആവട്ടെ, ഇതെല്ലാം സംസ്ഥാനത്തെ നിയമസഭ, ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള നിയമസഭ, ആ നിയമസഭയോട് ഉത്തരവാദിത്വമുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, അവരെല്ലാം ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരാണ്. അവിടെ നിയമസഭ പാസ്സാക്കുന്ന സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ് അങ്ങനെ ഒരാൾ അത്തരത്തിൽ അവിടെ ചാൻസലറാകുന്നത്. ഈ ചാൻസലർക്ക് ഈ അധികാരങ്ങൾ നിക്ഷിപ്തമാകുന്നു എന്നുള്ളത് അപരിമിതമല്ല, അപരിമേയവുമല്ല, അനിയന്ത്രിതവുമല്ല. ആരോടാണ് ഉത്തരം പറയേണ്ടത്? ജനങ്ങളോടാണ് മന്ത്രിസഭയും ഈ നിയമസഭയും ഉത്തരം പറയേണ്ടത്. ഈ ഗവർണർ വാസ്തവത്തിൽ ഈ അധികാരങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഈ പുരാണത്തിൽ ഈ ചൂണ്ടാസുരൻ എന്ന് പറയും. ചൂണ്ടാസുരന് വരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചൂണ്ടാസുരൻ ആദ്യം പരമശിവനെ തന്നെ ചൂണ്ടുന്നു എന്ന് പറയുന്നത് പോലെ താൻ ഇതിൻ്റെ ചാൻസലറാണ് എന്നുള്ളത് കൊണ്ട് ഒരു ഗവർണർ അത്തരത്തിൽ അങ്ങനെ ഈ ജനങ്ങളുടെ അധികാരത്തിന് മേലേക്ക് ചൂണ്ടുക എന്നുള്ളത് അത് ഒരു ആശാസ്യമായ ഒരു പ്രവണത അല്ല. ഇവിടെ ഞാനിപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാരണം ഈ നമ്മുടെ സർവകലാശാലകളുടെ ആദ്യത്തെ എല്ലാത്തിൻ്റെയും ആക്ടിൽ ഏതാണ്ട് സമാനമാണ്. കേരള സർവകലാശാലയുടെ ആക്ട്. ഞാനിപ്പോൾ ഇത് പറയുമ്പോഴേ അനിലെ, ഞാൻ വിദ്യാർത്ഥി പ്രതിനിധിയായി ഒന്നിലേറെ തവണ കേരള സർവകലാശാലയുടെ സെനറ്റിൽ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ കേരള സർവകലാശാലയുടെ അക്കാഡമിക് കൗൺസിൽ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ കേരള സർവകലാശാലയുടെ വിദ്യാർത്ഥി പ്രതിനിധിയായി ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയനിലും ഉണ്ടായിരുന്ന ആളാണ്. കോളേജ് യൂണിയൻ ഭാരവാഹി എന്നുള്ളത് മാത്രമല്ല, ഇതിലേക്കെല്ലാം തെരഞ്ഞെടുപ്പാണ്. ഇതെല്ലാം ജനാധിപത്യപരമായ നിലയിലുള്ള തെരഞ്ഞെടുപ്പാണ്. ആ ജനാധിപത്യപരമായ നിലയിലുള്ള തെരഞ്ഞെടുപ്പിലാണ് ബ്രിട്ടീഷുകാരുടെ കാലത്തെ വന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? തൊഴിലാളി സംഘടനകൾക്ക് പോലും പ്രാതിനിധ്യം, തൊഴിലാളി സംഘടനകൾക്ക് പോലും എന്ന് പറയാൻ കാരണം അന്ന് തൊഴിലാളികളായിട്ടുള്ള ആളുകളും അവരുടെ നേതാക്കളും ഒന്നും വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ളവരല്ല. പക്ഷേ അവർക്കും ഈ കാര്യത്തിൽ ഒരു സേ നൽകിക്കൊണ്ടാണ്. അപ്പോൾ കോളേജ് അധ്യാപകർ, സർക്കാർ കോളേജ് അധ്യാപകർ, സർവകലാശാല അധ്യാപകർ, പിന്നീട് ഇതിൻ്റെ ഭേദഗതി വന്നതിന് ശേഷം നമ്മുടെ സ്വകാര്യ കോളേജുകളിലെ എയ്ഡഡ് കോളേജുകളിലെ അധ്യാപകർ, നമ്മുടെ ഈ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, MLA-മാരുടേതായ പ്രതിനിധികൾ, ഇങ്ങനെ ഈ നിരവധി മേഖലകളിൽ നിന്നുള്ളവർ തിരഞ്ഞെടുക്കപ്പെട്ടു വരും. ഇവിടെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നവരുണ്ട്. ആ നോമിനേറ്റ് ചെയ്യപ്പെടുന്നാൽ ഏറ്റവും ഒടുവിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടു ഒരു സർവകലാശാലയുടെ സെനറ്റിലേക്ക് 30 പേരെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ 19 പേരും അത് ഗവർണറുടെ തന്നിഷ്ടപ്രകാരം, അവരുടെ രാഷ്ട്രീയം എന്നുള്ളതിനെ സംബന്ധിച്ചല്ല ഞാനിപ്പോൾ പറയുന്നത്. ആ രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളതിനെ നമുക്ക് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകും. ജനം ടിവിയുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാവുമ്പോൾ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ മൗനം വിദ്വാനുഭൂഷണം എന്നുള്ള നിലയിലാണോ ഇരിക്കേണ്ടത്? വാസ്തവത്തിൽ ഈ വൈസ് ചാൻസലർമാർക്കൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടോ? വൈസ് ചാൻസലർമാരെ പറ്റി പറയുമ്പോൾ ഞാൻ അധികം സമയം എടുക്കുന്നില്ല. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് EMS നമ്പൂതിരിപ്പാടിനോട് ഡോക്ടർ സാമുവൽ മത്തായി, അദ്ദേഹം അന്ന് വൈസ് ചാൻസലറായിരുന്നു. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ ഒന്ന് കാണുന്നതിന് വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചപ്പോൾ തൻ്റെ സ്വസിദ്ധമായ വിക്ക് അദ്ദേഹം തിരിച്ച് മറുപടി ആ ടെലിഫോണിൽ അദ്ദേഹം പറഞ്ഞത്, സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്നെ വന്ന് കാണേണ്ടതല്ല, ഞാൻ അങ്ങോട്ട് വന്ന് കാണേണ്ടതാണല്ലോ എന്നാണ്. അതായത് സർവകലാശാലയുടെ വൈസ് ചാൻസലർ എല്ലാത്തിനും മുകളിലാണ്. ആയിരക്കണക്കിന് അക്കാഡമിഷ്യന്മാരുടെയും 10,000-കണക്കിന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അത്തരത്തിൽ തങ്ങളുടെ ഭാവിക്കായി അതിന് കരിപ്പിടിപ്പിക്കുന്നതിനായി ബിരുദവും ബിരുദാനന്തര ബിരുദവും പിന്നെ ഈ ഡോക്ടറേറ്റ് പ്രബന്ധങ്ങളൊക്കെ അത്തരത്തിൽ സമർപ്പിക്കുന്ന ആ കുട്ടികൾ, അവരുടെ എല്ലാം ആരാധ്യ പുരുഷനായിരിക്കേണ്ടുന്ന ഒരാളാണ് ഈ വൈസ് ചാൻസലർ എന്ന്. വൈസ് ചാൻസലർമാരുടെ നിയമനത്തെ സംബന്ധിച്ച് ഇത് പറയുമ്പോൾ ഈ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ ചാൻസലർ പെരുമാറുന്നത് ശരിയല്ല. അത് ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും ശരി, അതിപ്പോൾ ഷി ആർലേക്കർ ആയാലും ശരി, ഇത്തരം കാര്യങ്ങളിൽ തങ്ങളുടെ പൊളിറ്റിക്കൽ ബോസസ് ഉണ്ട്. തങ്ങളുടെ പൊളിറ്റിക്കൽ ബോസസിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്ഭവനുകൾ അങ്ങനെ ഈ രാഷ്ട്രീയ ഉപജാപങ്ങൾക്ക് മുട്ടയിടാനുള്ള ഒരു ഇടമായി അത് മാറുന്നത് ശരിയല്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം കാര്യങ്ങളിൽ ഈ RSS മേധാവി ഡോക്ടർ മോഹൻ ഭഗവത് ജി പങ്കെടുത്ത പ്രഭാഷണ സഭയിൽ സാന്നിധ്യം അറിയിച്ചതുകൊണ്ട് എങ്ങനെയാണ് ഈ വൈസ് ചാൻസലർമാരുടെ അന്തസ്സ് കേടുന്നത്? എനിക്കതാണ് മനസ്സിലാവാത്തത്. ഒരു വൈസ് ചാൻസലർ എങ്ങനെയാണ് നിയമിക്കപ്പെട്ടത് എന്നുള്ളത് ഞാനിപ്പോൾ ഇതിലെന്തെങ്കിലും പറഞ്ഞാൽ ഇനി വേണമെങ്കിൽ അതിനൊരു ഡിഫമേറ്ററി ആയിട്ട് എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തിന് തോന്നണ്ട. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. മറ്റൊരു വൈസ് ചാൻസലർ ഞാൻ പഠിച്ച അതേ വിദ്യാലയത്തിൽ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാൻ അവിടെ എൻ്റെ ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ ആ പൂർവ്വ വിദ്യാർത്ഥിയെ ഞാൻ ഇതിൽ കൂടി എന്തെങ്കിലും പറയാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഈ നിലവിലുണ്ടായിരുന്ന ഒരു വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ കാലാവധി തീരുന്നുവെങ്കിൽ ആ കാലാവധി തീരാതെ അടുത്ത വൈസ് ചാൻസലർ വരുന്നത് വരെ താൽക്കാലിക വൈസ് ചാൻസലറായി അദ്ദേഹം തന്നെ തുടർന്നാൽ 65 വയസ്സ് വരെ തുടരാം. കേരളത്തിലെ സർക്കാർ എന്താ ചെയ്തത്? ആ ഫയലിൽ എന്താ ചെയ്തത്? ഇത് ഈ ഒരു പ്രഭാഷണം കേൾക്കാൻ പോയി എന്നുള്ളതിൻ്റെ മാത്രമല്ല, ഇതെല്ലാം പാർട്ട് ഓഫ് ഒരു വലിയ ഫ്രെയിമിൻ്റെ ഭാഗമായി, ഒരു വലിയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എതിർക്കുന്നത്. ഇവിടെ ഈ വൈസ് ചാൻസലർമാർ കാട്ടിയിട്ടുള്ളത് അതിലേക്ക് തന്നെയാണ് വരുന്നത്. ആ ക്ലാരിറ്റി തന്നെയാണ് പറയുന്നത്. ആ ക്ലാരിറ്റി തന്നെയാണ് പറയുന്നത്. ഈ പറയുന്ന പ്രഭാഷണം സംഘടിപ്പിക്കുന്നത് ഇതാരാ? കേരളത്തിലെ സർക്കാർ സംഘടിപ്പിച്ചതാ? അതല്ല ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംഘടന എന്നുള്ള നിലയിലേക്കാണോ? എന്താണ് ഈ പറയുന്ന സംഘടനയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടായതാണല്ലേ? ഈ പറയുന്ന സംഘടനയ്ക്ക് ഭരണഘടന ഉണ്ടാവാനുള്ള കാരണം എന്താണല്ലേ? എങ്ങനെയാണ് ഉണ്ടായതല്ലേ? ആ സംഘടന ഇത്തരത്തിലുള്ള അല്ല, നിരോധിത സംഘടന ആണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നിരോധിക്കപ്പെട്ട ചരിത്രത്തിൻ്റെത് അവിടെ ഇരിക്കട്ടെ. താങ്കൾ തന്നെയാണ് നേരത്തെ ബേസിലാണ് അതിന് മറുപടി പറയേണ്ടത്. മറ്റൊരു കാര്യം എന്താ, മറ്റു ചില സംഘടനകളുടെ പരിപാടികൾക്ക് പങ്കെടുത്തിരുന്നെങ്കിൽ എന്ന് വെച്ചോ, അവർ പങ്കെടുത്തത് ഇംപ്രോപ്പർ എന്ന് ഞാൻ പറയും, അത് അൺകൺവെൻഷണൽ എന്ന് ഞാൻ പറയും. അവർ പങ്കെടുത്തത് വാസ്തവത്തിൽ വൈസ് ചാൻസലർ പണ്ട് ആരെങ്കിലും എവിടെ അന്ന് പങ്കെടുത്തില്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യത്തിനെ സംബന്ധിച്ചുള്ളത്. എങ്ങനെ ഇവർ നിയമിക്കപ്പെട്ടു, എങ്ങനെ ഇവർ തുടരുന്നു, ആരുടെ അജണ്ടയുടെ ഭാഗമായി അവർ ചെയ്യുന്നു? തങ്ങളെ ഇത്തരത്തിൽ നിയമിച്ചിട്ടുള്ള ആളുകൾ അവിടെ പ്രസംഗിക്കാൻ വരുന്ന ആളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ആ മാന്യദേഹമായിട്ട് ഒരു ബന്ധവുമില്ല. അദ്ദേഹത്തിന് നേരത്തെ അറിഞ്ഞുകൂടാ. അങ്ങയുടെ ആ ഒരു കാര്യത്തിൽ ഡോക്ടർ UR അനന്തമൂർത്തി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DYFAയുടെയും SFIയുടെയും ഒരുപാട് സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായിരുന്നു. അദ്ദേഹം ഈ രക്തപതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡൽഹിയിൽ നടക്കുന്ന വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആവാം നിങ്ങളുടെ പാർട്ടി പരിപാടികളിലൊക്കെ
ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയാണ്, ഞാൻ ആ പറഞ്ഞ വാചകങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്, അത് അച്ചടിച്ച് വന്നാലും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. എല്ലാ അക്കാഡമീഷ്യന്മാരുടെയും മുകളിലായിരിക്കണം വൈസ് ചാൻസലർ. വൈസ് ചാൻസലർ ഒരു യോഗത്തിന് വരുന്നു, ആ വൈസ് ചാൻസലർ യോഗത്തിൽ ഇപ്പോൾ ഇവിടെ വന്ന RSSന്റെ യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചാലും ഞാൻ എൻ്റെ എതിർപ്പ് ഞാൻ പറയും, താങ്കൾ അതിന് മറ്റെതിർപ്പ് താങ്കൾക്ക് പറയാം. ഞാനതിന് ആ എതിർപ്പിനെ 2 കൈ നീട്ടി ആ എതിർപ്പിനെ സ്വീകരിക്കുകയും ചെയ്യും. അത് വേറെ കാര്യം, ആ വ്യത്യസ്ത അഭിപ്രായം അവിടെ നിൽക്കട്ടെ. അത്തരം കാര്യത്തിൽ ഇവിടെ എന്താണ്, അങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ അങ്ങനെ ചെന്നിരുന്ന് കാണാനും കേൾക്കാനും കൈയടിക്കാനും പോവുകയും അങ്ങനെ നിങ്ങളെല്ലാം വരണം എന്നുള്ളൊരു മാതൃക അത്തരത്തിൽ അങ്ങനെ ഒരു വൈസ് ചാൻസലർ അതാണോ റോൾ മോഡൽ? വൈസ് ചാൻസലറുടെ അടുത്ത് പ്രസംഗിക്കുന്നുവെങ്കിൽ, പ്രഭാഷണം നടത്തുന്നുവെങ്കിൽ ആ വൈസ് ചാൻസലറുടെ പ്രഭാഷണം കേൾക്കാനായി 100 കണക്കിന് കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകരും എത്തണം. രാഷ്ട്രീയ നേതാക്കളടക്കമുള്ള പൊതുപ്രവർത്തകരും നിങ്ങൾ മാധ്യമപ്രവർത്തകരും എത്തണം. അവിടെ വന്നിട്ട് 10 മിനിറ്റ് കവർ ചെയ്തിട്ട് പോകാനല്ല. അങ്ങനെ ആയിരിക്കണം വൈസ് ചാൻസലർ. ഇന്ന് കേരളത്തിലെ വൈസ് ചാൻസലർമാർ ആ രീതിയിലാണ് എന്ന് പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന് ഡോക്ടർ മോഹൻ ഭാഗവതിനെ കാണാനും കേൾക്കാനുമുള്ള താല്പര്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോയി അവിടെ പ്രഭാഷണ സഭയിൽ പങ്കെടുക്കാൻ പോയി. അതിൽ എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് അപരാധം? എന്താണ് ഞാൻ ചോദിക്കുന്നത്? ഇതിപ്പോ ഡോക്ടർ RSSനോടുള്ള വിരോധമാണ്. RSS വിളിച്ചൊരു പരിപാടിയിൽ എന്തുകൊണ്ട് കേരളത്തിലെ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തു? അടിസ്ഥാനപരമായിട്ട് RSSനോടുള്ള വിയോജിപ്പ്, അത് മാത്രമല്ല ഡോക്ടർ മോഹൻ ഭാഗവതിനോടുള്ള വിയോജിപ്പ്, അതല്ലേ നിങ്ങൾ കാണിക്കുന്നത്? അദ്ദേഹത്തോട് എന്നെക്കാൾ പ്രായമുള്ള ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. ഞങ്ങൾ അടുത്തടുത്ത വിമാനത്തിൽ ഇരുന്ന് 1-ലേറെ തവണ യാത്ര ചെയ്തിട്ടുള്ളപ്പോൾ വ്യക്തിപരമായി ചില സംഭാഷണങ്ങളും അത്തരം കാര്യങ്ങൾ മണിക്കൂറുകളോളം താങ്കൾ ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ. അതുകൊണ്ട് ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രായത്തെയും അനുഭവത്തെയും ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളെ എതിർക്കുന്നു, വിമർശിക്കുന്നു. ആ എതിർപ്പും വിമർശനവും തുടർന്നുകൊണ്ടേയിരിക്കും. അത്തരത്തിലൊരു പരിപാടിയിൽ കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ പോയത്, പങ്കെടുത്തത്, അക്കാര്യത്തോടുള്ള വിയോജിപ്പും വിമർശനവും അങ്ങനെ തന്നെ നിലനിർത്തും. ഇക്കാര്യത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇങ്ങനെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത് പോലെ അക്കാര്യത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെതായ ഫേസ്ബുക്ക് പോസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഇതൊന്നുമല്ല വരേണ്ടത്. ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു സർക്കാരിനെ നയിക്കുന്നവരാണ് അവർ. അക്കാര്യങ്ങളിലെല്ലാം അവർ ഉറച്ച നിലപാട് അക്കാര്യത്തിൽ ജനങ്ങളോട് പറയാനും ഈ വൈസ് ചാൻസലർമാരോട് പറയാനും അവർ തയ്യാറാകേണ്ടതാണ്. അത്തരം കാര്യങ്ങളിലൊന്നും ഒരു വിധത്തിലുള്ള കീഴടങ്ങലിൻ്റെയും ആവശ്യമില്ല. അങ്ങനെ കീഴടങ്ങേണ്ടതായ കാര്യമില്ല. പറയേണ്ടത് പറയുക തന്നെ വേണം. ഇപ്പം ഞാൻ അനിൽ നമ്പ്യാർ പറയുന്ന രാഷ്ട്രീയത്തിനെതിരാണ് എന്നുള്ളത് കൊണ്ട് ജനൻ TV യിൽ സമ്പത്തിനെ ദേശദ്രോഹിയായി മുദ്രകുത്താം. അതുകൊണ്ട് ഞാൻ ദേശദ്രോഹി ആയില്ലല്ലോ. എന്നെ ഈ പറയുന്ന ഇനി എൻ്റെ അപ്പനെ പണ്ട് ചൈനാചാരനെന്ന് പല ആളുകളും വിളിച്ചിട്ടുള്ളത് പോലെ, എന്നിട്ട് ഒരു വിചാരണ പോലും ഇല്ലാതെ ആ മൂപ്പിലാനെ 1.25 കൊല്ലം കൊണ്ടുവന്ന് ജയിലിലടച്ചതുപോലെ അത്തരത്തിലൊക്കെ പലതും ചെയ്യാം. അതെല്ലാം സംഭവിക്കാം. അതൊക്കെ രാഷ്ട്രീയമായ അത്തരം കാര്യങ്ങൾ അതെല്ലാം ഉണ്ടാവട്ടെ. അതൊന്നും നമ്മൾ തർക്കങ്ങൾ കൊണ്ട് തീരുന്നതല്ല. ഇക്കാര്യത്തിൽ കേരള നിയമസഭ ഈ നമ്മുടെ സർവകലാശാല നിയമങ്ങളിൽ ഭേദഗതി വരുത്തണം. അതിൻ്റെ സെക്ഷൻ 7 അതുപോലെ തന്നെ ഇക്കാര്യം സെക്ഷൻ 7 വാസ്തവത്തിൽ വൈസ് ചാൻസലർക്ക് അടക്കം പിശക് പറ്റിയാൽ അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ഇടപെടലിനെ സംബന്ധിച്ചുള്ളതാണ്. സെക്ഷൻ 10(3) കേരള സർവകലാശാലയുടെ സെക്ഷൻ 10(13) അടക്കം ഇക്കാര്യത്തിൽ ഭേദഗതികൾക്ക് വരണം. വൈസ് ചാൻസലർമാർ എല്ലാത്തിനും അതീതമാണ് എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ കാവൽപ്പട്ടിയെ കെട്ടഴിച്ച് വിടുമ്പോഴത്തേക്ക് കാവൽപ്പട്ടിക്ക് നൊന്താലാണ് ഈ തമ്പുരാന് നോവുക എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. അതുപോലുള്ളൊരവസ്ഥ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ ഗവർണറും വൈസ് ചാൻസലർമാരും തമ്മിലുള്ള താൻ നിയമിച്ച തൻ്റെ വൈസ് ചാൻസലർമാരുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വൈസ് ചാൻസലർമാർ സർവകലാശാലയുടേതാണ്. സർവകലാശാല കേരള സംസ്ഥാനത്തിൻ്റെതാണ്, കേന്ദ്ര സർവകലാശാല അല്ല. ഓക്കെ, അപ്പോൾ കേന്ദ്ര സർവകലാശാല ആണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്.